അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും അബു ഐമൻ മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നാം വിശകലനം ചെയ്യുന്നത് 4ാം ക്ലാസ്സിലെ അൽ ഫിഖ്ഹുൽ ഇസ്ലാമി എന്ന വിഷയത്തിലെ ആദ്യ അധ്യായമാണ്. നമുക്ക് പാഠഭാഗത്തിലേക്ക് പ്രവേശിക്കാം. അദ്ദർസുൽ അവ്വൽ ഇന്നൽ മാഅ തഹൂർ. തീർച്ചയായും വെള്ളം ശുദ്ധിയുള്ളതാണ്. കുട്ടികൾ ക്ലാസ്സിലെത്തിയപ്പോൾ ഉസ്താദ് മേശപ്പുറത്ത് 3 ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്. ഓരോ ഗ്ലാസ്സിലെ വെള്ളവും ഉസ്താദ് കുട്ടികളെ പരിചയപ്പെടുത്തി. ഈ ബോട്ടിലുകളിലെല്ലാം വെള്ളമുണ്ട്. ഒന്നാമത്തേത് തൊഹൂർ, രണ്ടാമത്തേത് തോഹിർ, മൂന്നാമത്തേത് മുത്തനജ്ജിസ്. മേശപ്പുറത്ത് വെച്ച വെള്ളം ഉസ്താദ് പരിചയപ്പെടുത്തി. തൊഹൂറായ വെള്ളം ഉപയോഗിച്ച് വുളൂ ചെയ്യാം, കുളിക്കാം. മുത്തനജ്ജിസ് ശുദ്ധീകരിക്കാം. സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിയുന്നതുമാണ് തൊഹൂറായ വെള്ളം. തോഹിറായ വെള്ളം സ്വയം ശുദ്ധിയുള്ളതാണ്, മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ അതിനു കഴിയില്ല. ഉദാഹരണം, മുന്തിരി ജ്യൂസ് തോഹിറാണ്, കുടിക്കാൻ പറ്റും. അതുപയോഗിച്ച് മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിയില്ല. മൂന്നാമത്തെ വെള്ളം കുടിക്കാനും മറ്റൊന്നിനെ ശുദ്ധിയാക്കാനും പറ്റില്ല. അത് മുത്തനജ്ജിസാണ്. നജസ് വീണ കുളത്തിൽ കുളിക്കാൻ പറ്റുമോ? ജാബിർ ചോദിച്ചു. കുളത്തിൽ ധാരാളം വെള്ളമുണ്ട്, അഥവാ 2 കൊല്ലത്തോ അതിലധികമോ വെള്ളമുണ്ട്. വെള്ളത്തിൻ്റെ രുചിക്കോ വർണ്ണത്തിനോ വാസനക്കോ മാറ്റം സംഭവിച്ചിട്ടില്ലെങ്കിൽ കുളിക്കാം. നജസ് വീണ വെള്ളം 2 കൊല്ലത്തിൽ കുറവാണെങ്കിൽ അത് ശുദ്ധീകരണത്തിന് ഉപയോഗിക്കാൻ പാടില്ല. അപ്രകാരം തന്നെ 2 കൊല്ലത്തുള്ള വെള്ളത്തിൽ നജസ് വീഴുകയും അത് കാരണം വെള്ളത്തിൻ്റെ രുചിക്കോ വർണ്ണത്തിനോ വാസനക്കോ മാറ്റം വന്നാലും ആ വെള്ളം ശുദ്ധീകരണത്തിന് പറ്റില്ല. കാരണം അത് മുത്തനജ്ജിസായ വെള്ളമാണ്. ബോട്ടിലുള്ള തൊഹൂറായ വെള്ളത്തിൽ ഉസ്താദ് അല്പം ജ്യൂസ് ഒഴിച്ചു. അസ്മാ, ഇതുപയോഗിച്ച് വുളൂ ചെയ്യാൻ പറ്റുമോ? ഉസ്താദ്, ഇല്ല, വെള്ളത്തിന് മാറ്റം വന്നിട്ടുണ്ട്. തൊഹൂറായ വെള്ളത്തിൽ മുന്തിരി ജ്യൂസ് ഒഴിച്ചപ്പോൾ വെള്ളത്തിന് മാറ്റം വന്നു. ഫർദിൽ ഉപയോഗിച്ച വെള്ളത്തിനും മുന്തിരി ജ്യൂസിൻ്റെ വിധിയാണ്. സിനാൻ, ഏതാണ് ഫർദിൽ ഉപയോഗിച്ച വെള്ളം? ഉസ്താദ്, വുളൂഇൻ്റെ ഫർളുകൾ നാം പഠിച്ചിട്ടുണ്ടല്ലോ. മുഖം കഴുകൽ ഫർളാണ്. മുഖം കഴുകിയ വെള്ളം ഒരു പാത്രത്തിൽ ശേഖരിച്ചാൽ അത് ശുദ്ധീകരണത്തിന് പറ്റില്ല. കാരണം അത് ഫർദിൽ ഉപയോഗിച്ച വെള്ളമാണ്. ജാബിർ, അപ്പോൾ ഹൗദിൽ നിന്ന് വുളൂ എടുക്കാൻ പറ്റുമോ? എല്ലാവരും ഫർദിൽ ഉപയോഗിച്ച വെള്ളം അതിലേക്കു തന്നെ വീഴുകയല്ലേ? ഉസ്താദ്, പറ്റും. അത് 2 കൊല്ലത്തുണ്ട്. 2 കൊല്ലത്തും അതിൽ കൂടുതലുമുള്ളതിന് ഈ നിയമം ബാധകമല്ല. വഅൻസൽനാ മിനസ്സമാഇ മാഅൻ തൊഹൂറ. ആകാശത്തുനിന്ന് നാം തൊഹൂറായ വെള്ളത്തെ ഇറക്കി. ഇനി നമുക്ക് തദ്രീബാത്തിലേക്ക് പ്രവേശിക്കാം. ആദ്യത്തെ വർക്ക് നഖറഉ വനഫ്ഹമു. നമുക്ക് വായിക്കാം, നമുക്ക് ഗ്രഹിക്കാം. കുല്ലത്താനി, 2 കുല്ലത്ത്, ഏകദേശം 191 ലിറ്റർ. രണ്ടാമത്തെ വർക്ക് നുബയ്യിൻ. നമുക്ക് വ്യക്തമാക്കാം. 1. അൽമാഉ ത്തൊഹൂറു. സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിയുന്നതുമായ വെള്ളത്തിനാണ് തൊഹൂറായ വെള്ളം എന്ന് പറയുന്നത്. 2. അൽമാഉ ത്വാഹിറു. സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിയാത്തതുമായ വെള്ളമാണ് ത്വാഹിറായ വെള്ളം. 3. അൽമാഉൽ മുത്തനജ്ജിസു. സ്വയം ശുദ്ധിയില്ലാത്തതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിയാത്തതുമായ വെള്ളമാണ് മുത്തനജ്ജിസായ വെള്ളം. 4. അൽ കുല്ലത്താനി. 2 കുല്ലത്ത് വെള്ളം, ഏകദേശം
191 ലിറ്റർ വെള്ളം. അതിനാണ് കുല്ലത്താനി എന്ന് പറയുന്നത്. 5. അൽ മുസ്തഅമലു ഫിൽ ഫർളി. ഫർദിൽ ഉപയോഗിച്ച വെള്ളമാണ് അൽ മുസ്തഅമലു ഫിൽ ഫർളി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണം, വുളു എടുക്കുന്ന സമയത്ത് മുഖം കഴുകാൻ ഉപയോഗിച്ച വെള്ളം. ഇനി നമുക്ക് മൂന്നാമത്തെ വർക്കിലേക്ക് പ്രവേശിക്കാം. നക്തുബു, നമുക്ക് എഴുതാം. 1. അൽ മാഉ ത്വഹൂറു. 2. അൽ മാഉ ത്വാഹിറു. 3. അൽ മാഉൽ മുതനജ്ജിസു. 4. അൽ ഖുല്ലത്താനി. ഇനി നമുക്ക് നാലാമത്തെ വർക്കിലേക്ക് പ്രവേശിക്കാം. നസ്വൽ, ചേരുംപടി ചേർക്കാനാണ്. വിവിധ ഇനം വെള്ളങ്ങളും അതിൻ്റെ ഉദാഹരണങ്ങളും നൽകിയിട്ടുണ്ട്. യോജിച്ച രൂപത്തിൽ ചേർത്ത് കൊടുക്കാം. അൽ മാഉ ത്വഹൂറു, ത്വഹൂറായ വെള്ളം. രണ്ടാമതായി നൽകിയ കിണറ്റിലെ വെള്ളം ത്വഹൂറായ വെള്ളമാണ്. അൽ മാഉ ത്വാഹിറു, ത്വാഹിറായ വെള്ളം, സ്വയം ശുദ്ധിയുണ്ട്, മറ്റൊന്നിന് ശുദ്ധിയാക്കാൻ കഴിയാത്ത വെള്ളം. മൂന്നാമതായി നൽകിയിരിക്കുന്നു കഞ്ഞിവെള്ളം. 3. അൽ മാഉൽ മുതനജ്ജിസു, മുതനജ്ജിസായ വെള്ളം, ശുദ്ധിയില്ല, മറ്റൊന്നിനെ ശുദ്ധിയാക്കാനും കഴിയില്ല. നാലാമതായി നൽകിയിരിക്കുന്നു നജസ് വീണ് നിറം മാറിയ കുളത്തിലെ വെള്ളം. അൽ മാഉൽ മുസ്തഅമലു, മുസ്തഅമലായ വെള്ളം, ഫർദിൽ ഉപയോഗിച്ച വെള്ളം. ഒന്നാമതായി നൽകിയിരിക്കുന്നു വുളൂഇൻ്റെ ഫർദിൽ ഉപയോഗിച്ച വെള്ളം. ഇനി നമുക്ക് അഞ്ചാമത്തെ വർക്കിലേക്ക് പ്രവേശിക്കാം. നജിദു മിസാലൻ ആഖർ, വേറെ ഉദാഹരണങ്ങൾ കണ്ടെത്താനാണ്. കോളത്തിൽ 4 ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിനോട് യോജിക്കുന്ന രൂപത്തിൽ എതിർ കോളത്തിൽ 4 ഉദാഹരണങ്ങൾ നാം കണ്ടെത്തണം. ആദ്യത്തെ കോളത്തിൽ നാരങ്ങ ജ്യൂസ് എന്നെഴുതിയിരിക്കുന്നു. ത്വാഹിറായ വെള്ളമാണ് നാരങ്ങ ജ്യൂസ്. മറ്റൊരു ഉദാഹരണം ഇളനീർ ജ്യൂസ് എന്ന് നമുക്ക് എഴുതാം. അതുപോലെ ധാരാളം ത്വാഹിറായ വെള്ളങ്ങൾ നമുക്കറിയാം. രണ്ടാമത്തെ കോളത്തിൽ പുഴയിലെ വെള്ളം എന്നെഴുതിയിരിക്കുന്നു. ത്വഹൂറായ വെള്ളമാണ്, നമുക്ക് കിണറ്റിലെ വെള്ളം എന്നെഴുതാം. മൂന്നാമത്തെ കോളത്തിൽ വുളു എടുക്കുന്നവൻ കാൽ കഴുകിയ വെള്ളം, മുസ്തഅമലായ വെള്ളമാണ്, നമുക്ക് മറ്റൊരു ഉദാഹരണമായി വുളു എടുക്കുന്നവൻ കൈ മുട്ടുൾപ്പെടെ കഴുകിയ വെള്ളം. നാലാമത്തെ കോളത്തിൽ എലി വീണ് ചത്ത് ദുർഗന്ധം വന്ന ടാങ്കിലെ വെള്ളം, മുതനജ്ജിസായ വെള്ളമാണ്, നമുക്ക് പൂച്ച വീണ് ചത്ത് ദുർഗന്ധം വന്ന കിണറ്റിലെ വെള്ളം എന്നെഴുതി കൊടുക്കാം. ശേഷം നമുക്ക് ആറാമത്തെ വർക്കിലേക്ക് പ്രവേശിക്കാം. നഖറഉ വനക്തുബു, നമുക്ക് വായിക്കാം, നമുക്കെഴുതാം. ജ്യൂസ്, ശുദ്ധി, പരിചയം, മുന്തിരി, ഉപയോഗം, അതുപോലെ നമുക്ക് എഴുതി കൊടുക്കാം. ഇതോടുകൂടെ ഫിഖ്ഹിലെ 1-ാം അധ്യായവും അതിൻ്റെ തദ്രീബാത്തും നാം എഴുതി കഴിഞ്ഞു. നാഥൻ സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.